ഹായ്, ദിസ് അരുൺ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്കാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി നിഫ്റ്റി ബാങ്ക്? അപ്പോൾ നമ്മൾ നിഫ്റ്റി ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫാക്ട് ചെക്ക് അതേപോലെ ഇതാണ് നമുക്ക് നിഫ്റ്റി ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന സൈറ്റിൽ ജസ്റ്റ് ഈ ഫാക്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു 12ഓളം ബാങ്ക് സ്റ്റോക്സ് വെച്ചിട്ടാണ് ഈ ഒരു നിഫ്റ്റി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജിൻ്റെ പേരെന്ന് പറയുന്നത് പീരിയോഡിക് ക്യാപ്ഡ് ഫ്രീ ഫ്ലോട്ട് ടെക്നോളജി അല്ല, മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ്. കാരണം നമുക്കൊരു വാല്യൂ വരുമല്ലോ. അപ്പോൾ അതിൽ തന്നെ വെയിറ്റേജസ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് 10 കമ്പനീസിൻ്റെ വെയിറ്റേജസ് ആണ്. നമുക്ക് ടോട്ടലി 12 കമ്പനീസ് ഉണ്ട്, അതായത് 12 ബാങ്ക് സ്റ്റോക്സ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് HDFC ബാങ്കും അതേപോലെ തന്നെ ICICI ബാങ്ക്, അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ് നിഫ്റ്റിനെ ലീഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് ഫുൾ എൻ്റയർലി ഈ ഒരു ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂൻ്റെ നമ്മുടെ എന്താ പറയുക ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്തും അതിൽ ആ 12ഓളം സ്റ്റോക്സിൻ്റെ പേരുണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം AU ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, കൊടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് ബാങ്ക്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിലെ റീസെൻറ്റ് പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. അറൗണ്ട് ഒരു സെപ്റ്റംബർ 26 ശേഷം ഒരു ചെറിയ ഡൗൺ ട്രെൻഡ്. സോ ബാങ്ക് നിഫ്റ്റിനി എത്ര കറക്റ്റ് ചെയ്യും നോക്കുകയാണെങ്കിൽ ശരിക്കും സപ്പോർട്ടിലേക്ക് ഇനി കുറച്ചുകൂടെ വരാനുണ്ട്, അറൗണ്ട് 49,772. സോ അത്രയും കൂടെ വന്നു കഴിഞ്ഞ് അതിന് താഴെ പോകുകയാണെങ്കിൽ മാത്രമേ ഹെവി ഒരു ഫാൾ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുള്ളൂ. സോ അതുവരെ സേഫാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അഗൈൻ ഏറ്റവും കൂടുതലുള്ള 2 സ്റ്റോക്സ്, വെയിറ്റേജ് കൂടുതലുള്ള HDFC ബാങ്കും അതേപോലെ തന്നെ ഏതായിരുന്നു അടുത്ത സ്റ്റോക്ക് നോക്കാം, ICICI ബാങ്ക്. ഇത് രണ്ടും കൂടെ എൻ്റെ ചാർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെയും സെയിം തന്നെയാണ്. ഒരു കുറച്ചും കൂടെ ഡൗൺഫോൾ വരാൻ HDFC ബാങ്കിന് ഒരു ചാൻസസ് ഉണ്ട്, അതായത് 1618 ആണ് അതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത്. സോ ആ ഒരു റേഞ്ച് വരെ വരാനൊരു മോസ്റ്റ് പ്രോബിലിറ്റി, ഏറ്റവും കുറച്ചും കൂടെ വേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 1595 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിന് താഴെ പോകുന്നത് 1600 ഒരുപാട് താഴെ പോയാൽ മാത്രമേ ഒരു വലിയ രീതിയിലുള്ള ഹെവി ഫോൾസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഫോർ എ കൺഫർമേഷൻ ICICI ബാങ്കും കൂടെ എടുക്കുകയാണ്. എന്തുകൊണ്ട് ഇത് രണ്ടും മാത്രം എടുത്തുന്ന ചോദ്യത്തിന് ഇത് രണ്ടിനും കൂടെ വെയിറ്റേജ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 52% വെയിറ്റ് ഉണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ ശരിക്കും റാലി ചെയ്യുന്നത് HDFC ബാങ്ക് അതേപോലെ തന്നെ ICICI ബാങ്കാണ്. സോ നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ICICI ബാങ്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെയും ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ പറയുന്നത് 1220 ആ ഒരു റേഞ്ചിലാണ്. അതിലും താഴെ പോകുകയാണെങ്കിൽ 1160. സോ അത്രയ്ക്കും പോകാനുള്ള ചാൻസസ് ഇല്ല, കാരണം ഏകദേശം ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബൗൺസ് ബാക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിൽ ആദ്യത്തെ 1-2 ദിവസം മേ ബി കറക്റ്റ് ചെയ്യപ്പെടാം. അതിനുശേഷം അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒബ്വിയസ്ലി സപ്പോർട്ടിൽ നമുക്കറിയാം ഒബ്വിയസ്ലി ബയേഴ്സ് എന്തായാലും എത്തും. സോ അവിടെ നിന്നൊരു റാലി, ചെറിയൊരു കറക്ഷൻ, ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ. സോ എൻ്റെ ഒരു കറക്ഷൻ മാത്രമാണത്, അല്ലാണ്ട് ഒരു ക്രാഷ് അല്ല. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഫർദർ ഫാൾസ് നമ്മൾ ഇപ്പോൾ ഒരു നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ നിഫ്റ്റി അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുക. നിഫ്റ്റിയിൽ അതേപോലെ തന്നെ വെയിറ്റേജസ് നോക്കുക, ഹെവി ആയിട്ടുള്ള സ്റ്റോക്സ് ഏതാ നോക്കുക, അതിൻ്റെ പെർഫോമൻസ് നോക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ മെയിനായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്, ഭയങ്കര സിമ്പിളാണ്. കാരണം 2 സ്റ്റോക്ക് നോക്കിയാൽ മതി, നമുക്കൊരു ഓവറോൾ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു വ്യൂ ആണ്, അതായത് നെക്സ്റ്റ് 2 വീക്സോ അല്ലെങ്കിൽ നെക്സ്റ്റ് 1 വീക്കിൽ ചെറിയൊരു കറക്ഷൻ വന്നിട്ട് ഈ ഒരു റേഞ്ച്, ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ഈ സ്റ്റോക്സും അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും എത്തുകയാണെങ്കിൽ അവിടെ നിന്നൊരു റിവേഴ്സിൽ വരുന്ന സമയത്ത് മാത്രം നമ്മൾ എൻട്രി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ റിട്ടേൺസ് ബാങ്ക് നിഫ്റ്റിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇൻ അപ്കമിങ് വീക്സിൽ. സോ ഇതാണ് നമ്മുടെ വ്യൂ, ഇന്നത്തെ കണ്ടൻറ്റ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.